ഹായ്! ഇന്നത്തെ വീഡിയോയിൽ പെലച്ചക്ക് എണീച്ചിട്ടില്ല കുറച്ച് പരിപാടികളൊക്കെയാണ് ട്ടോ കാണിച്ചണത്. അപ്പോൾ പെലച്ചക്ക് എണീച്ച് ഫുഡൊക്കെ കഴിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ പാത്രങ്ങൾ കഴുകാണ്ടേന് അത് കഴുകിക്കൊണ്ടിരിക്കണ കേട്ടോ. ബാങ്ക് കൊടുക്കാൻ കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് വേഗം പാത്രം കഴുകൽ തീർത്തേ. ഇന്നിപ്പോൾ ഒരാളിതാ പെലച്ചക്ക് നോമ്പ് നോൽക്കാൻ എണീച്ചിക്കണ്. എന്നിട്ട് നിയാക്കുട്ടീൻ്റെ ബുക്ക് കൊടുത്ത് ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇയാൾ പെലച്ചക്ക് എന്നൊന്നും എണീക്കൂല കേട്ടോ, വല്ലപ്പോഴും മാത്രം. അമ്പ അങ്ങനെ കുറച്ച് സമയം ബുക്കൊക്കെ വായിച്ചപ്പോൾ കുട്ടിക്ക് ദാ ഉറക്കം വരുന്നുണ്ട് ട്ടോ. അങ്ങനെ പിന്നെ ഓനെ ഉറക്കിയിട്ടുണ്ടേനെ. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഒരു 10 മണിയാവാതെ ഓനെ നോക്കണ്ട. അതുവരെ ഓന് നല്ല ഉറക്കേക്കാരം ട്ടോ. അപ്പോൾ സെനുമോനെ ഉറക്കി കഴിഞ്ഞപ്പോൾ ദാ വേറൊരുത്തി എണീച്ച് വന്നിക്കണ് ട്ടോ. അപ്പോൾ ഓക്ക് ചപ്പാത്തി വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്ടോ വന്നിക്കണത്. ചപ്പാത്തി ഇത് കറി കഴിഞ്ഞിക്കണ് ട്ടോ. അപ്പോൾ അജു കുഞ്ഞുട്ടിയൊക്കെ പെലച്ചക്ക് എണീച്ചാൽ ഓല് തലേ ദിവസത്തെ കടിയും കറിയൊക്കെയാണ് കഴിക്കുക ട്ടോ. അപ്പോൾ അങ്ങനെ കറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കൊട്ട ചപ്പാത്തി എനിക്ക് വേണ്ടാന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് അപ്പോൾ അതൊന്ന് സോപ്പിടാൻ ഞാനൊരു ആപ്പിളും പിന്നെ 2 ഈത്തപ്പഴമൊക്കെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് ചൂടാക്കിയൊക്കെ എടുക്കാം. ഞാൻ ജസ്റ്റ് ആ ഒരു ചപ്പാത്തിൻ്റെ മുകളിൽ അതൊക്കെ ഒന്ന് നിരത്തി വെച്ചിട്ട് ഒന്ന് റോളാക്കിയിട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടേന്. കൊട്ട ചപ്പാത്തി വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സൈഡിൽ നിന്ന് കൊട്ട ചപ്പാത്തി കടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്ടോ ഓള്. ഇത് പിന്നെ മധുരമുള്ളതായതുകൊണ്ടേ ആപ്പിളും ഈത്തപ്പഴമൊക്കെ മധുരമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ റോള് ഓക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടേനി ട്ടോ. അങ്ങനെ ഏതായാലും രാവിലെ ഓക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു റോളൊക്കെ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് അതിനുള്ള പാരിതോഷികമായി എന്നെ മുറ്റമടിച്ച് സഹായിക്കാം എന്നൊക്കെ പറഞ്ഞതാ പുറത്തിറങ്ങിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ മുറ്റൊടിച്ചാരാൻ ചൂടെടുത്തപ്പോൾ നിങ്ങൾ അടിച്ചു വരണ്ട, ഞാൻ അടിച്ചു വരിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എന്നാൽ പിന്നെ ഓളെ പൂതിക്കോളം അടിച്ചു വരട്ടെ. ആ സമയം കൊണ്ട് ഞാനിവിടെ അലക്കാനുള്ളതൊക്കെ വേഗം അലക്കിടാന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലേക്കാരം കേട്ടോ. സൂര്യേട്ടൻ്റെ പെർഫോമൻസ് അത്യധികം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം ഈ വക പണികളൊക്കെ കഴിക്കണതാണ് നല്ലത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ എൻ്റെ രാജകുമാരി അടിച്ചു വാരി അതൊക്കെ കൊണ്ടുപോയി ഇതാ ഒരു ഭാഗത്ത് കൂട്ടിയിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സെനുമോൻ എണീച്ചപ്പോൾ നിയമോൾ ഇതാ ഇതിലൊന്ന് റോഡ് കൊണ്ടൊന്ന് നടത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടെ നോമ്പില്ലാത്തോലും പകല് വല്ലാണ്ടൊന്നും ഫുഡൊന്നും കഴിക്കൂല കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ ഭയങ്കര കുക്കിംഗ് ഒന്നും നടത്തലില്ല. അങ്ങനെ നമ്മുടെ ഒരുവിധം പണികളൊക്കെ തീർത്തു. എല്ലാവരും ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ടു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബായ്.